ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സൂസൻ വർഗീസ്. ഞാൻ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 18/2/2022 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച്, ഈ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് തന്നെ എൻ്റെ ഫാദറിൽ നിന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫാദറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ പള്ളികളിലും മെയിനായിട്ട് കത്തോലിക്ക പള്ളികളിൽ പോവുകയും പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കുകയും ഓരോ നൊവേനകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എൻ്റെ ഇടവക പള്ളി എന്ന് പറയുന്നത് മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദറും മദറും അവിടെ വരികയും, എനിക്ക് BP ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഫാദറും മദറും അവിടെ വരികയും, ഫാദർ ഇതുപോലെ കൃപാസനത്തിൻ്റെ വീഡിയോസ് കാണുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, അത് യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ പൈസയൊക്കെ കിട്ടത്തില്ലേ, അത് ബിസിനസ്സായിട്ടായിരിക്കും പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഫാദർ പറഞ്ഞു, അങ്ങനെ അല്ല, അവിടെ പൈസയൊന്നും മേടിക്കുന്നില്ല. എൻ്റെ ഒരു മോളെന്ന നിലയ്ക്ക് ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചി പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ചെയ്യുന്നത്, പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം, അച്ചട്ടാണ്, കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാദറിൽ നിന്നാണ്. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ നിരാകരിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ അമ്മ മാതാവിനോട് മാപ്പ് പറയുന്നു. എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4 വർഷമായി. ഇതിനോടിടയ്ക്ക് ആദ്യം 2 അബോർഷനും ഒരു ഇൻഫൻ്റ് ഡെത്തും ഉണ്ടായിട്ടുണ്ട്. ഈ ഇൻഫൻ്റ് ഡെത്ത് നടക്കുന്നത് ഈ പ്രഗ്നൻസിയിലാണ്. ഈ ഞാൻ പറഞ്ഞ് ഒരു 2 ആഴ്ചയ്ക്കകം എനിക്ക് നാട്ടിൽ പോരേണ്ടി വരികയും എമർജൻസി സിസേറിയൻ നടത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ടായി. അങ്ങനെ 19 ദിവസം എൻ്റെ കുഞ്ഞ് NICയിൽ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ല. എനിക്ക് എൻ്റെ 19 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ശവസംസ്കാരം നടത്തേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് 1-ാം പുതുക്കലിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ആ തൂണിനോട് ചേർന്ന് ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞ്, ഞാൻ ഓഫീസിൽ പോയി അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, വിഷമിക്കണ്ട, എല്ലാം മാറും, എല്ലാം നടക്കും. സൈത്ത് എൻ്റെ കയ്യിൽ തേച്ച് തന്നിട്ട് പറഞ്ഞു, കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി. അന്ന് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞാണ്, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്കിവിടെ വരണം, എനിക്ക് അതിനുള്ള മാർഗ്ഗം എൻ്റെ മാതാവ് തരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത്. ഈ കുഞ്ഞും പ്രീ ടേം ബേബിയാണ്. 7-ാം മാസം ഉണ്ടായ കുഞ്ഞാണ്. 2 മാസം അമൃതയിൽ ഹോസ്പിറ്റലുണ്ടായിരുന്നു, NICയിലായിരുന്നു. പക്ഷേ എൻ്റെ ഇതിനോടിടയ്ക്ക് 2 പ്രാവശ്യം കുഞ്ഞ് വെൻറ്റിലേറ്ററിലാവുകയും ചെയ്തിരുന്നു. 2 പ്രാവശ്യം ഇൻഫെക്ഷനായി, ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് എൻ്റെ കുഞ്ഞ് 2 പ്രാവശ്യം വെൻറ്റിലേറ്ററിലായതാണ്. ഇപ്പം എൻ്റെ കുഞ്ഞിനെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ ദൈവം തന്നു. 800 ഗ്രാം കൊണ്ട് ജനിച്ച കുഞ്ഞാണ്. ഇപ്പം 6.5 കിലോ ആയി. മാതാവ് തന്ന ഒറ്റ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ കുഞ്ഞാണ്. ഞാൻ എൻ്റെ മാതാവിൻ്റെ നടയിൽ കൊണ്ടുവന്ന് കാണിച്ചേക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ കുഞ്ഞാണ്. ഇവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ കുഞ്ഞെന്ന് പറയുന്നത്. രണ്ടാമത്തതെന്ന് പറയുന്നത്, എൻ്റെ കൂട്ടുകാർക്ക് 2 പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കായിരുന്നു. അതിലൊരാളാണെന്നുണ്ടെങ്കിൽ 2 പേരും ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിലൊരാളാണെങ്കിൽ IVF വരെയും ചെയ്ത് നിർത്തി ഒരു നിരാശ രീതിയിലേക്ക് മാറുന്ന അവസ്ഥയിലാണ്. അവൾക്ക് നോർമലായിട്ട് അവൾ കൺസീവ് ആവുന്നതും അവൾക്ക് കുഞ്ഞുണ്ടാവുന്നതും. അതുപോലെ തന്നെ 2-ാമത്തെ ആൾ ഹിന്ദുമത വിശ്വാസിയാണ്. അവളും ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കുഞ്ഞുങ്ങളാവാൻ വേണ്ടിയിട്ട് അവളും ഹസ്ബൻഡിൻ്റെ അടുക്കൽ വരികയും തിരിച്ചു വരികയും, അവൾ പ്രഗ്നൻ്റ് ആവുകയും കുഞ്ഞുണ്ടായതിന് ശേഷം അവൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും കുഞ്ഞിനൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവളും മാതാവിലേക്ക് വിശ്വാസത്തിലേക്ക് വന്ന് അവൾ 2 ആഴ്ചയ്ക്ക് മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഒരു 35 മിനിറ്റോളം ദൈർഘ്യമുള്ളൊരു സാക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ OET എക്സാം അവൾ പാസ്സാവണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവൾക്ക് ആ അനുഗ്രഹം അവൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളുടെ വീടൊന്ന് പുതുക്കി പണിയാനുള്ള അനുഗ്രഹം തരുവാനായിട്ട്. മാതാവ് അതിനും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ വീട് പണിക്കായിട്ട് ഞങ്ങളുടെ കയ്യിലൊരു ചില്ലി പൈസ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ 2 കുഞ്ഞുങ്ങളുടെയും ആശുപത്രി ചെലവുകൾ നിങ്ങൾക്കറിയാലോ. NICU എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയ ചിലവേറിയൊരു സെക്ഷനാണ്.
ഫസ്റ്റ് കുഞ്ഞുണ്ടായ സമയത്ത് ആ 19 ദിവസം കുഞ്ഞ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഈവൻ 1 റുപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കാനില്ലാതിരുന്ന സമയത്ത് ദൈവം ഓരോരുത്തരെയായിട്ട് അവിടെ വരുത്തുകയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്തു. ഞാനിപ്പോൾ അത് മനസ്സിലാക്കുന്നു, അത് ഞങ്ങളുടെ പരീക്ഷണ കാലഘട്ടമായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കുഞ്ഞുണ്ടായപ്പോഴാണെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഇന്ന് 3 മണിക്ക് ഡോക്ടർ പറയുകയാണ് എമർജൻസി സിസേറിയൻ വേണമെന്നുള്ളത് പറയുകയാണ്. അന്ന് രാത്രി ഞങ്ങൾ 9 മണിയായപ്പോൾ ഫ്ലൈറ്റ് കയറി നാട്ടിൽ വന്നിട്ടാണ് അമൃതയിലേക്കാണ് നേരെ വന്നത്. അമൃതയിൽ അതിൻ്റെ പിറ്റേ ദിവസം ഒരു 9 ദിവസം അവർ മുൻപോട്ട് തള്ളി നീക്കി. 9 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ പുറത്തെടുത്തു. കുഞ്ഞിന് 800 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ച കുഞ്ഞിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നുമില്ല. കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് ദൈവം തന്നു. ഈ ദൈവം തന്നതിൽ നിന്ന് മാതാവിലൂടെ എനിക്ക് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു. ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ UAE-യിലാണ്. അവിടെയാണ് ജോലി എനിക്കും എൻ്റെ ഹസ്ബൻഡിനും. അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് പത്രം കൊടുക്കാൻ മാത്രമേ ഉള്ളൂ നേരായൊരു മാർഗ്ഗമെന്ന് പറയുന്നത്. ഞങ്ങൾ പള്ളികളിൽ പോവുകയും പള്ളികളുടെ വാതിക്കൽ ആരാധന കഴിയുന്ന സമയത്ത് ഇത് പ്രാർത്ഥിച്ച് പത്രം കൊടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ക്രൗഡ് ഫണ്ടിങ് നടക്കുന്ന ഓരോരോ ചികിത്സാ സഹായങ്ങൾ അതൊക്കെ വരുമ്പോൾ എന്നാൽ കഴിയുന്നത് അത്രയും ഞാൻ ചെയ്യാറുണ്ട്. എന്നാൽ കഴിയുന്നതും അതിലധികവുമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്.